ദൈവത്തിന് വേണ്ടി വിലയില്ലാതെ പ്രവർത്തിക്കുവാൻ, പരിമിതി കൂടാതെ പ്രവർത്തിക്കുവാൻ, സ്വാഭാവികമല്ല സൂപ്പർ നാച്ചുറലായി ചിലത് പ്രവർത്തിക്കുവാൻ ഈ ദൈവം ഒരുക്കമുണ്ട്. വിശ്വാസിയെ, ആർ യു റെഡി? പ്രൈസ് ഗോഡ്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാലുകൾ വെള്ളത്തിന്റെ വക്കത്ത്, വായിച്ചട്ടെ, വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. പിന്നെ സരെഫാന് സമീപത്തുള്ള ആദം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി. ചേട്ടാ, നിന്റെ മുമ്പിൽ നിന്നേ ഉള്ളൂ, വേറെടുത്ത് പൊങ്ങുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിനക്ക് വേണ്ടി അല്പം വഴി മാറിയെന്നേ ഉള്ളൂ. യോർദാൻ അതിന്റെ ശക്തിയൊന്നും കുറഞ്ഞില്ല, യോർദാൻ അതിന്റെ വീര്യമൊന്നും കുറഞ്ഞില്ല. അവൻ ഇവിടെ തടഞ്ഞപ്പം അപ്പുറത്ത് പൊങ്ങി. പക്ഷെ നിന്റെ മുമ്പിൽ വഴി ക്ലിയറായി. ഇന്ന് രാത്രി ഇതുപോലെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മർമ്മങ്ങളെ, വ്യവസ്ഥകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് സാധിക്കും? ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുമ്പോൾ, നിനക്ക് വേണ്ടി ഒരു മാർഗം തുറക്കുമ്പോൾ, നിനക്ക് വേണ്ടി ചില പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ, ഇത് മറ്റു ചിലർക്ക് പൊങ്ങിയെന്നിരിക്കും. പക്ഷെ എന്റെ ദൈവത്തിന് അത് വിഷയമില്ല. നിന്നെ അക്കരെ വിടുകയാണ് അവന്റെ വിഷയം. അതുകൊണ്ടാണ് നീ വ്യത്യസ്തനാണ്. അവൻ ദേശത്ത് മുഴുവൻ ഇരുട്ട് വന്നാലും നീ പാർക്കുന്ന ഗോശൻ ദേശത്ത് വെളിച്ചം തരുവാൻ ഈ ദൈവത്തിന് കഴിയും. സകലരുടെയും കന്നുകാലികൾ ചത്തുപോയാലും നിന്റെ കന്നുകാലി ഒന്നുപോലും കൽമടയിൽ നശിച്ചു പോകാതെ നിന്നെ പരിപാലിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. സകലരുടെയും ദേഹത്ത് ചൊറി പുണ്ണായി പൊങ്ങിയാലും നിന്റെ ശരീരം നിങ്ങളുടെ സൂക്ഷിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. കാരണം ക്രൈസ്തലോട് ഹല്ലേലൂയ, നീ ജഡീകമായ ആയുധങ്ങൾ ധരിക്കുന്നവനല്ല. നീ കാലെടുത്തങ്ങ് വച്ചെന്ന് വിചാരിച്ച് എല്ലാ വെള്ളവും ഒഴുക്ക് നിർത്തണമെന്നില്ല. ചില വെള്ളങ്ങൾ ഒഴുക്ക് നിർത്തിയില്ല. അത് സെരാഫാനെതിരെ പൊങ്ങി, ചിറ പോലെ പൊങ്ങി. ദൈവത്തെ സ്തോത്രം. ചിലത് ഒഴുക്ക് നിർത്തി, അത് പൊങ്ങി. ചിലത് നിർത്തിയില്ല, പക്ഷേ ആമേൻ, അവന് നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ വണ്ണം ഒഴുകി മാറി. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി പ്രൈസർ എങ്ങനെയായാലും നിന്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകത്തക്കവണ്ണം, തടസ്സങ്ങളെ മാറ്റത്തക്കവണ്ണം, നിന്റെ പുറകിലിരിക്കുന്ന, നിന്റെ ചുമലിലിരിക്കുന്ന പെട്ടകത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാമോ? നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, എന്നാൽ കോട്ടകൾ ഇടിപ്പാൻ ശക്തിയുള്ളത് തന്നെ. അവയാൽ കൊരിന്ത്യർ 10:3-4-5 ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ആയുധം കാണാൻ പറ്റത്തില്ലെങ്കിലും ആ ആയുധം കൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ നിനക്കെതിരായി പൊങ്ങിയാലും അതിനെന്ത് ചെയ്യും? ഇടിക്കും. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ഒറ്റ ഉദാഹരണം വായിക്കാതെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശൂഷൻ രാജധാനിയിൽ 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി. എന്തിനു വേണ്ടി പൊങ്ങി? ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മൊർദെഖായിയെ തകർത്ത് കളയുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൊർദെഖായിയുടെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. പ്രൈസ് ഗോഡ്. 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സ്തോത്രം ഇസ്രായേൽ മക്കൾക്ക് മുഴുവനും വിരോധമായി, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഒരു വിളംബരം പുറപ്പെട്ടു. ആ ബാലവൃദ്ധം ആദാർ മാസം 13-ാം തീയതി സകലത്തെയും കൊന്നു മുടിക്കണം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്നത് എന്തൊക്കെയെന്നറിയാമോ? ദൈവമക്കളെ മുടിക്കണം, ദൈവമക്കളെ നശിപ്പിക്കണം, ദൈവപൈതലിനെ തൂക്കണം, കൊന്നു തൂക്കണം. ദൈവത്തിന്റെ പരിജ്ഞാനമായി വിരോധമായി പൊങ്ങുന്ന കഴുമരങ്ങളും വിളംബരങ്ങളും ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് അതിനെ നേരിടാൻ ആമേൻ ജഡീകമായ ആയുധങ്ങളൊന്നുമില്ല. പക്ഷേ പ്രൈസ് ദി ലോർഡ് മറ്റാർക്കും കാണാൻ കഴിയാത്ത ഉപവാസമെന്ന ആയുധം ആമേൻ എടുത്തങ്ങോട്ട് പ്രയോഗിച്ചു. 5-ാം അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശക്തിയോടെ 3 ദിവസത്തെ ഉപവാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം 6-ാം അധ്യായത്തിൽ നിങ്ങൾ പോയി വായിച്ചാൽ മതി. ഈ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങിയ ശത്രുവിന്റെ ആയുധങ്ങള്, കോട്ടകള് ഓരോന്നായി ഇടിയാൻ തുടങ്ങി, ഓരോന്നായി താഴെ വീഴുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പൈതല്, നിനക്കെതിരായി ശത്രു ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കഴിവരങ്ങൾ, നിനക്കെതിരായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ, നിനക്കെതിരായി ഉയർത്തിക്കൊണ്ടിരുന്ന വിളംബരങ്ങൾ, നിനക്കെതിരായി പണിതുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ, നിനക്കെതിരായി ഉയർത്തിക്കൊണ്ടിരുന്ന ഉപായങ്ങൾ, നിനക്കെതിരായി മെനഞ്ഞുകൊണ്ടിരിക്കുന്ന സൂത്രങ്ങൾ, തന്ത്രങ്ങൾ, അത് ഓരോന്നായി ഇടിച്ചിടിച്ച് താഴെയിട്ട് നിന്നെ ഉയർത്തത്തക്കവണ്ണം, നിന്നെ ദേശത്ത് മാനിക്കത്തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ
ദേശത്തിന്റെ ഉന്നതികളിൽ നിന്ന് നിലകൊള്ളുമാറാക്കത്തക്കവണ്ണം പ്രവർത്തിക്കാൻ കഴിവുള്ള മൊർദെഖായിയുടെ ദൈവം, എസ്തേറിന്റെ ദൈവം, യഹൂദന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ കരങ്ങൾ അടിച്ചവർ ആരാധിച്ചാട്ടെ. നിന്നെ തൂക്കുവാൻ സമ്മതിക്കത്തില്ല, നിന്നെ തകർക്കുവാൻ സമ്മതിക്കത്തില്ല, ഉപായങ്ങൾ ഫലിക്കയില്ല. ഇന്ന് രാത്രി ചില ഉപായങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലെ, നിനക്കെതിരായ ഉപായങ്ങളെ നിർവീര്യമാക്കിക്കൊണ്ട് നിഷ്ഫലമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ വരിക്കാരൻ നിനക്ക് അനുകൂലമായി പുറപ്പെടുന്ന ദിവസമുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. കരകവിഞ്ഞിരുന്ന യോർദാൻ അതിന്റെ ഒഴുക്ക് നിലയ്ക്കുന്ന രാത്രിയാകട്ടെ. അമ്പല ഗുണകല ഹത്തല റൗഡ നിനക്കെതിരായി പൊക്കിയിട്ടുള്ള ചില കഴിവരങ്ങൾ ഇന്ന് രാത്രി ശത്രുവിനെ തൂക്കത്തക്കവണ്ണം അത് കവര ഹത്തൽ സൗഡ ഗതികളെ തിരിച്ചുവിടുവാൻ ദൈവം വ്യാപരിക്കട്ടെ. ഹാമാന്റെ കയ്യിലെ മുദ്ര മോതിരം മൊർദെഖായിയെ നിന്റെ കയ്യിൽ വരത്തക്കവണ്ണം, ഹാമാന്റെ മുദ്ര മോതിരം നിന്റെ കയ്യിൽ വരത്തക്കവണ്ണം സംഗതികളെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാം. ആമേൻ. If you would like to know more about Jesus Christ or about our ministry, use the numbers or address you see on your screen now. For prayer requests and personal appointments, please contact us at 944-7396-433 or 0484-209-4995 or email us at fullgospel@faithcitychurch.org.